നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് എനിക്ക് അനുവിന് ഞാനും ഒരു ഭാരമാണ്. രണ്ടാളും രണ്ടിടത്ത് കഴിയുന്ന നല്ലത്. അതുകൊണ്ട് ഞാനിങ്ങ് പോന്നു. സോനെ, നാളെ നമുക്ക് പോയി ഏടത്തിയെ കൂട്ടിക്കൊണ്ടുവരാം. ഏടത്തി അങ്ങനെ ചെയ്യില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും അതൊന്നും ഉറക്കെ വിളിച്ചു പറയാനുള്ള ധൈര്യം ഞാനും കാണിച്ചില്ല. പ്രതിഭ കുഞ്ഞു നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുമ്പോൾ എനിക്കതേ ചെയ്യാൻ പറ്റുള്ളായിരുന്നു കേട്ടോ. പക്ഷേ പ്രതിഭയ്ക്ക് ഒരു തവണ നിന്നോടെങ്കിലും ഒന്ന് പറയായിരുന്നു. അന്ന് എല്ലാവർക്കും പാചകം ചെയ്ത കഞ്ഞിയിൽ നിന്ന് ഞങ്ങൾ അല്പെടുത്ത് കഴിക്കും മുമ്പ് കുറച്ച് കഞ്ഞിവെള്ളം അനു പ്രതിഭയ്ക്ക് കൊടുത്തിരുന്നു. അപ്പോൾ അവൾക്ക് ഒരു വിഷബാധ ഏറ്റിരുന്നില്ലല്ലോ. എന്നിട്ടും ആ പ്രതിഭയെ അനുവിനെ സംശയിച്ചു. ഇല്ല ഇന്ദ്രേട്ടാ, അനുചേച്ചിയെ ഞാൻ ഒരിക്കലും സംശയിച്ചിട്ടില്ല. എന്റെ കുഞ്ഞിനെ ഞാൻ തന്നെ ഇല്ലാതാക്കാൻ നോക്കിയപ്പോഴും ആ ജീവൻ രക്ഷിച്ചത് അനുചേച്ചിയാ. എന്റെ കുഞ്ഞില്ലാതാവാൻ കാരണമായത് ആരായാലും അവരെ കണ്ടുപിടിക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴും എനിക്കറിയായിരുന്നു അനുചേച്ചി അല്ല അത് ചെയ്തതെന്നും അനുചേച്ചിയെ തെറ്റുകാരിയാക്കാൻ അമ്മയാണത് ചെയ്തതെന്നും. സത്യം തെളിയണം, എന്നാലേ അനുചേച്ചിക്ക് നീതി കിട്ടും. അതുകൊണ്ടാ അന്വേഷണം വേണമെന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറച്ചു നിന്നത്. അതൊരു തെറ്റാണോ ഇന്ദ്രേട്ടാ? അല്ല, ഒരിക്കലുമല്ല. പോലീസ് അന്വേഷണം നടന്നുകൊണ്ട് മാത്രം യഥാർത്ഥ പ്രതിയെ കണ്ടെത്താൻ ഞാൻ പോലും മുൻകൈ എടുത്തത്. ഒരുപക്ഷെ കേസ് വേണ്ടെന്ന് അമ്മ തീരുമാനമെടുത്തിരുന്നെങ്കിൽ നമ്മളെല്ലാവരും അമ്മയെ വീണ്ടും തലയിലെടുത്ത് വെക്കുകയും ചെയ്യാത്ത തെറ്റിന് അനു എന്നും പഴി കേൾക്കേണ്ടി വരികയും ചെയ്യുമായിരുന്നു. ഈ വിധി എന്തായാലും അമ്മയ്ക്ക് വേണ്ടി അമ്മ തന്നെ വിധിച്ചതുപോലെ. അമ്മ ജയിലിൽ കിടക്കുന്ന ആലോചിക്കുമ്പോൾ വിഷമമുണ്ട്. എല്ലാവർക്കും സങ്കടം ഉണ്ടാവും. ഒന്നുമല്ലെങ്കിലും നമ്മളെ പ്രസവിച്ച് വളർത്തിയ നമ്മുടെ സ്വന്തം അമ്മയല്ലേ. ഇല്ല ഏട്ടാ, ഒരു സങ്കടവും ഇല്ല. ഒരമ്മയും മക്കളോട് ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ നമ്മുടെ അമ്മ ചെയ്തത്. ഇനി നമുക്ക് അങ്ങനെ ഒരു അമ്മയില്ല. അതെ, തെറ്റാര് ചെയ്താലും ശിക്ഷിക്കപ്പെടണം. പ്രത്യേകിച്ച് തന്റെ തെറ്റ് മറ്റൊരാളിൽ ചുമത്തി നിരപരാധിയെ അപരാധിയാക്കാൻ ശ്രമിക്കുന്നവരെ ജയിലിൽ അടച്ചേ പറ്റൂ. സോനു പറഞ്ഞതുപോലെ നമുക്കിനി അങ്ങനെ ഒരു അമ്മയെ വേണ്ട ഏട്ടാ. സത്യ, മാമ ഇങ്ങനെ ആടുന്ന ഒരു മരത്തിന്റെ തൊട്ടിൽ അത് മതിയാവും അല്ലേ? പക്ഷെ അതല്ല, ഇങ്ങനെ മുകളിൽ കെട്ടുന്ന ഒരു തൊട്ടിൽ. ഡോക്ടർ, ഇനി എല്ലാവരും ഇവിടെ ഇരിക്കണമെന്നില്ല. ചിരുവിനെ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലേക്ക് മാറ്റി. ഇനി രാവിലെ ആയിരിക്കും വാർഡിലേക്ക് കൊണ്ടുവരുന്നത്. അതുവരെ ആരെങ്കിലും ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നാ മതി. ഞങ്ങക്ക് മോളെ ഒന്ന് കാണാൻ പറ്റൂ ഡോക്ടറെ?
ചീരു ഇപ്പൊ പാതി മയക്കത്തിലായിരിക്കും. സംസാരിക്കാനൊന്നും പറ്റില്ല. മാഷിനെ കാണുന്നുണ്ടെങ്കിൽ പോയി കണ്ടോളൂ. ഡോക്ടറെ സിസ്റ്ററെ, മാഷിനെ ഒന്ന് കൊണ്ടുപോകണം. ഡോക്ടറെ ഞാനും കൂടി പോസ്റ്റ്